നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മിനിമം വേതനം ആൽബർട്ടയിൽ മണിക്കൂറിന് $15 എന്ന 2018 വേതന സ്കെയിൽ തുടരാൻ തീരുമാനിച്ചതോടെ കാനഡയിലെ ഏറ്റവും കുറഞ്ഞ വേതന നിരക്കുള്ള പ്രവിശ്യയായി ആൽബർട്ട മാറി. മണിക്കൂറിന് $17.20 വേതനം നൽകുന്ന ഓന്റാരിയോയും സസ്കച്ചേവനുമാണ് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന പ്രവിശ്യകൾ. ഉയരുന്ന ജീവിത ചെലവുകൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ മിനിമം വേതനവിൽ വർധനവ് ഉണ്ടാവണമെന്ന് മിനിമം വേതനം ഉയർത്തുന്നത് ചെറുകിട ബിസിനസ്സുകൾക്ക് ഗുണം ചെയ്യുമെന്നും കനേഡിയൻ ഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ബിസിനസ് പ്രതിനിധികൾ ആൽബർട്ട സർക്കാരിനോട് ആവശ്യപ്പെട്ടു. FM കാൽഗറിയിലെ പ്രമുഖ കനേഡിയൻ റേഡിയോ എഡിറ്ററായ ഋഷി നഗർ റിയോ ബാങ്ക്വറ്റ് ഹാളിലേക്കുള്ള വഴിയിൽ അജ്ഞാതരായ യുവാക്കളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഖാലിസ്ഥാനികളുടെ വിമർശകനും കണ്ണിലെ കരടുമായിരുന്നു ഋഷി നഗർ. വിമർശിക്കുന്നവരെയെല്ലാം ആക്രമിക്കുന്ന ഖാലിസ്ഥാനി നയം അപകടം വിളിച്ചു വരുത്തുമെന്ന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഋഷി മാധ്യമങ്ങളോട് പറഞ്ഞു. കാനഡയിലെ മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ചും രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തുന്നതാണ് ഇത്തരം അക്രമങ്ങളെന്ന് കാനഡ ഇന്ത്യൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് മനീന്ദർ സിംഗിൽ പ്രതിഷേധക്കുറിപ്പിൽ വ്യക്തമാക്കി. കുടിയേറ്റക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ തുറന്നിടണമെന്നാണ് ഭൂരിപക്ഷം കനേഡിയരും ആഗ്രഹിക്കുന്നതെന്ന് സർവേ ടൊറന്റോ, കാൽഗറി, എഡ്മണ്ടൺ, വാൻകൂവർ എന്നിവിടങ്ങളിലായി നടത്തിയ സർവേയിൽ 4 നഗരങ്ങളുടെ ശരാശരി ഏകദേശം 45% പേർ കാനഡ 5 സ്ട്രീമുകളിൽ നിന്ന് അപേക്ഷകരെ സ്വീകരിക്കുന്നത് തുടരണമെന്ന് വിശ്വസിക്കുന്നു. ഏത് സ്ട്രീമിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് റാങ്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ 49% റാങ്കോടെ 1-ാം സ്ഥാനത്തും അഭ്യർത്ഥികൾക്ക് 47% താൽക്കാലിക വിദേശ തൊഴിലാളികളും സ്പോൺസർ ചെയ്ത കുടുംബവും 45% രേഖപ്പെടുത്തി. സർക്കാർ കർശന നിയന്ത്രണങ്ങളുമായി മുന്നേറുമ്പോഴും പകുതിയോളം പേർ നിബന്ധനകളോടെ കുടിയേറ്റം തുടരുക തന്നെ വേണമെന്ന് സർവേയിൽ വെളിപ്പെടുത്തി. തിരിച്ചടിച്ച് ഇറാൻ ഇസ്രായേലിന് നേരെ 400-ലധികം മിസൈലുകൾ വർഷിച്ചു. ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ഇറാൻ ഇസ്രായേലിന് നേരെ 400 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത്. ചൈനീസ് നിർമ്മിത EVകളുടെ ഇറക്കുമതിക്കുള്ള 100% താരിഫ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം ചൈനയിൽ നിന്നുള്ള സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതിക്ക് 25% അധിക നികുതി ഒക്ടോബർ 15 നിലവിൽ വരും. കനേഡിയൻ വിപണിയെ ഊർജിതമാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന കാനഡയുടെ പുതിയ താരിഫ് ഇലക്ട്രിക് വാഹന വിപണിക്ക് അപ്പുറത്തുള്ള നിരവധി വ്യവസായങ്ങളിൽ വൻ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കാനഡയുടെ ഈ തീരുമാനത്തിനെതിരെ ലോക വ്യാപാര സംഘടനയിൽ ചൈന ഇതിനോടകം പരാതി നൽകി കഴിഞ്ഞു. ഈ നയം ചൈന തിരിച്ചും സ്വീകരിച്ചാൽ കനേഡിയൻ വ്യവസായങ്ങൾ പൂർണ്ണമായും സ്വയം പര്യാപ്തമാവേണ്ടി വരുമെന്ന ഭീതിജനകമായ അവസ്ഥ സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബോളിവുഡ് നടനും ശിവസേന നേതാവുമായ ഗോവിന്ദയ്ക്ക് വെടിയേറ്റു. സ്വന്തം റിവോൾവർ വൃത്തിയാക്കുന്നതിനിടെയാണ് ഗോവിന്ദയ്ക്ക് വെടിയേറ്റത്. പരിക്കേറ്റ ഗോവിന്ദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുറത്തു പോകുന്നതിന് മുമ്പ് ഗോവിന്ദ തന്റെ ലൈസൻസുള്ള റിവോൾവർ വൃത്തിയാക്കുകയായിരുന്നു. എന്നാൽ അബദ്ധത്തിൽ സ്വന്തം റിവോൾവർ മിസ്ഫയർ ചെയ്യുകയായിരുന്നു. ഗോവിന്ദയുടെ കാൽമുട്ടിന് വെടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റ നടനെ ക്രിട്ടിക് കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാർഡ്ബോർഡ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഉജ്ജ്വല ജയം. 2-ാം ടെസ്റ്റിൽ ബംഗ്ലാദേശിനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ വിജയം. ഇതോടെ 2 മത്സരങ്ങളുടെ സീരീസും ഇന്ത്യ സ്വന്തമാക്കി. 2-ാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് ഉയർത്തിയ 95 റൺസിന്റെ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 17.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി. യശസ്വി ജയ്സ്വാൾ 2-ാം ഇന്നിംഗ്സിലും സ്വന്തമാക്കിയ അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് ഇന്ത്യയുടെ ജയം. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ്, മിസിസാഗ, ഗോപിനാഥൻ, പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ്, ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.